കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞപ്പോൾ വിവരങ്ങളുമായി ഷാജഹാനും സനോജും ചേരുകയാണ്. ആദ്യം ഷാജഹാനിലേക്കാണ്. ഷാജഹാൻ, വളരെ ആലപ്പുഴ നാട് വളരെ സങ്കടത്തോടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇപ്പോൾ 5 വിദ്യാർത്ഥികളുടെയും പൊതുദർശനം അവിടെ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും. സഹപാഠികളടക്കം, ജനപ്രതിനിധികളടക്കം, കോളേജ് അധ്യാപകരടക്കം അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. എപ്പോഴാകും ഈ എല്ലാവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുക, മറ്റ് കാര്യങ്ങൾ? സിജു, ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കണ്ണൂർ സ്വദേശിയുടെയും അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശിയുടെയും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇപ്പോൾ 3ാമത്തെ മൃതദേഹം, അതായത് ദേവാനന്ദന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുമാറാനായിട്ട് ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്ന് മൃതദേഹങ്ങളൊക്കെ തന്നെ സംസ്കരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം പലരും പറയുന്നുണ്ട്. കാരണം ഈ മാതാപിതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്നും നാട്ടിൽ എത്തിച്ചേരുമ്പോൾ വളരെ വൈകും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മൃതദേഹം നാളെ സംസ്കാരം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഈ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള ഇബ്രാഹിമിന്റെ മൃതദേഹം ഇന്നിപ്പോൾ എറണാകുളത്ത് സംസ്കരിക്കും. അത് അവരുടെ ബന്ധുക്കൾ ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിൽ 1 മണിയോടുകൂടി എത്തിച്ചേരും. അതിനുശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങി കൊച്ചിയിലെ പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ്, ഖബറടക്കം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അവരുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും അവർ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇനി 1 ദിവസം കൂടി വൈകും. അതുകൊണ്ട് തന്നെ അത് കൊച്ചി സംസ്കരിക്കുന്നതിനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സന്ദീപിന്റെ ശ്രീദീപിന്റെ മൃതദേഹമാണ് ഇനിയിപ്പോൾ 5ാമതായിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നും പൊതുദർശനം പൂർത്തിയായ എല്ലാ മൃതദേഹങ്ങളും അവരുടെ ബന്ധുക്കൾക്ക് കൈമാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 5ാമത്തെ മൃതദേഹം കൂടി അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ബന്ധുക്കൾക്ക് കൈമാറും. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ബീന ജോർജ്, സജീവ് ചെറിയാൻ, പി പ്രസാദ് അടക്കമുള്ളവർ അവരൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ മന്ത്രിമാർ സജീവ് ചെറിയാനും പ്രസാദും ഒക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഈ അപകടത്തിന് ശേഷം പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, അമ്പലപ്പുഴ MLA അടക്കമുള്ളവർ ഇവിടെ പൂർണ്ണമായിട്ടും ഇന്ന് പുലർച്ചെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റ് 11 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ പരിക്കേറ്റ് മറ്റ് 6 പേര് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില അല്പം ഗുരുതരമായി തുടരുകയാണ്. ആശങ്കാജനകമല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നതെങ്കിലും അവരുടെ സർജറികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. നിലവിൽ അത്രത്തോളം ഗുരുതരമായ ഒരവസ്ഥയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും 24 മണിക്കൂർ പൂർത്തിയായാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥയും ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം മറ്റു 2 പേരുണ്ട്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, ഇപ്പോൾ 5 പേരുടെ പൊതുദർശനം പൂർത്തിയാക്കി അവരുടെ മൃതദേഹങ്ങൾ, ഇനി ഒരാളുടെ മൃതദേഹം മാത്രമാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും സഹപാഠികൾ, കൂടെ പഠിച്ചവർ, കോളേജ് അധ്യാപകരൊക്കെ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ വേദനയോടെ, വിങ്ങലോടെ അവർ അവരുടെ സഹപാഠികളെ ഒരു നോക്ക് കാണുകയാണ് അവസാനമായി. ഇനി ഇപ്പോൾ ഇന്ന് തന്നെ അവിടെ അവരുടെ മൃതദേഹങ്ങൾ പാലക്കാട്ടും കണ്ണൂരും കോട്ടയത്തും അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. നമുക്കറിയാൻ കഴിയുന്നു മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം കൊച്ചിയിൽ സംസ്കരിക്കാനുള്ള നടപടികളാണ് മാതാപിതാക്കൾ എത്തിയ ശേഷം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മാതാപിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ആ വാഹനങ്ങൾ, അതായത് ആംബുലൻസ് അടക്കമുള്ള മൊബൈൽ മോർച്ചറി സംവിധാനമുള്ള വാഹനങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വഴിയരികിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നേരത്തെ മന്ത്രി പി പ്രസാദ് അടക്കം പറഞ്ഞത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മറ്റ് 2 പേരുടെ കൂടി പൊതുദർശനം കൂടി പൂർത്തിയാക്കിയ ശേഷം അവരുടെ മൃതദേഹവും കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും? ആരുടെയൊക്കെയാണ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്? സനോജ്. 5 ഭൗതിക ദേഹങ്ങളാണ് ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി എത്തിക്കുന്നത്. അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു, ആംബുലൻസിലേക്ക് മാറ്റി ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്രാഹിം, ഒപ്പം തന്നെ ദേവാനന്ദ്, മുഹമ്മദ് ആയുഷ്, അങ്ങനെ 3 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ മറ്റൊരാളിന്റെ കൂടി മൃതദേഹം മാറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇവിടെ മാറ്റുന്നതോടുകൂടി ഈ വിദ്യാർത്ഥികളുടെ പൊതുദർശന ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാകും. ഒരാളുടെ സംസ്കാര ചടങ്ങുകൾ ആദ്യം അറിയിച്ചിരുന്നത് നാളെ സംസ്കരിക്കുമെന്നുള്ളതായിരുന്നു. അത്
ഈ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ ആയിരുന്നു. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളത്ത് തന്നെ ഒരു ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ബന്ധുമിത്രാദികൾ രക്ഷിതാക്കളൊക്കെ തന്നെ 1 മണിയോടുകൂടി അവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് കൊണ്ടും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ മുസ്ലിം മതവിശ്വാസ പ്രകാരം അവിടുത്തെ ടൗണിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുന്നേ പാലക്കാട്ടേക്ക് എത്തിക്കണം. എന്നിട്ട് 6 മണിക്ക് ശേഷം അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പോലീസിന്റെ ഒരു അകമ്പടി വാഹനം കൂടി ഈ കണ്ണൂരിലേക്കും പാലക്കാട്ടേക്കും പോകേണ്ട ആംബുലൻസിന് മുന്നിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഗതാഗത സംവിധാനം സുഖകരമാക്കി എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള അവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സരോജ് ഈ മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് സ്വദേശിയുടെ സംസ്കാരം സരോജ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ന് തന്നെ മാതാപിതാക്കൾ 1 മണിയോടുകൂടി അവിടെ എത്തിയതിനു ശേഷം ഇന്ന് തന്നെ കൊച്ചിയിൽ സംസ്കരിക്കും. മലപ്പുറം സ്വദേശി ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടോ? അതോടൊപ്പം തന്നെ ശ്രീദീപിൻ്റെത് നാളെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുഹമ്മദ് ജബ്ബാറിൻ്റെത് നാളെ, ആയുഷ് ഷാജിയുടെയും സംസ്കാരം നാളെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ആയിഷ ഷാജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആയിഷ ഷാജി കോട്ടയം പൂഞ്ഞാർ ചേനാട് സ്വദേശിയാണ്. ചേനാട് സ്വദേശിയാണെങ്കിൽ പോലും ആയിഷ ഷാജിയുടെ കുടുംബ വീട് ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ്. അതുകൊണ്ട് ആയിഷ ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴയിലെ കാവാലത്ത് നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തന്നെ നടത്താനാണ് ബന്ധുമിത്രാദികൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മൃതദേഹം വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ പാലക്കാട് എത്തിയെങ്കിൽ ഇന്ന് ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഒപ്പം ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള ആളിന്റെ മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ ബന്ധുമിത്രാദികൾ ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിലെത്തിയ സാഹചര്യത്തിൽ നാട്ടിലേക്ക് സ്വദേശമായിട്ടുള്ള ലക്ഷദ്വീപ് ആന്ധ്രദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ എറണാകുളം ടൗൺ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ സ്വദേശിയുടെ സംസ്കാരം നാളെ നടക്കും. ഈ മറ്റ് ഒരാൾ കൂടി അദ്ദേഹം പാലക്കാട് പുറമെ ഒരു ആലപ്പുഴക്കാരനുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സംസ്കാര ചടങ്ങുകൾ നാളെയാവും നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ച ഉടൻ തന്നെ ഏകദേശം 11:45 ഈ വിദ്യാർത്ഥികൾ പഠിച്ച ക്യാമ്പസിലെ സെൻട്രൽ ലൈബ്രറി ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്ത് പൊതുദർശന ചടങ്ങുകൾ നടന്നത്. അണമുറിയാത്ത ഒരു പ്രവാഹമായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. സഹപാഠികൾ, ഒപ്പം തന്നെ ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ, ഒപ്പം തന്നെ രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ ഭൗതികദേഹം ഇവിടെ പൊതുദർശനത്തിന് തിരിച്ചുകൊണ്ട് തന്നെ അണമുറിയാത്ത ഒരു ജനപ്രവാഹം ഈ വിദ്യാർത്ഥികളെ അവസാനമായി നോക്കാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഈ ഭൗതികദേഹം ഇവിടെ നിന്ന് എടുക്കുമ്പോഴും എല്ലാവർക്കും അവസാനമായി പ്രിയപ്പെട്ടവനെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ്. കാരണം ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇന്നലെ വിദ്യാർത്ഥികളുടെ സനോജും ഷാജഹാനുമാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ